വെക്കേഷൻ കഴിഞ്ഞു, സ്കൂളൊക്കെ തുറന്ന് ആഴ്ചകളായി. പക്ഷേ ഇപ്പോഴും പഠിച്ച് ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പഠിക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി അങ്ങോട്ട് പഠിക്കാൻ എന്നൊക്കെ അറിയാം. എങ്കിൽ പോലും ഒന്ന് കാര്യമായിട്ടിരുന്ന് പഠിക്കാൻ, അല്ലെങ്കിൽ എക്സാമിനും വെക്കേഷനും മുൻപൊക്കെ പഠിച്ചിരുന്നത് പോലെ ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈസി ബാക്കിംഗ് ആണ്. അതായത് നമുക്ക് ഒരിക്കലും 0ൽ നിന്ന് 100ലേക്ക് ഒറ്റയടിക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അതേപോലെ നിങ്ങളിപ്പോൾ കുറച്ച് കാര്യത്തെ ബ്രേക്കിന് ശേഷമാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനായിട്ടിരിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് അത്യാവശ്യം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം അങ്ങ് എടുത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള നിങ്ങൾ എഴുതി വെച്ച കുഞ്ഞു കുഞ്ഞു സിമ്പിൾ നോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള, ബട്ട് നിങ്ങൾക്ക് അറിയാൻ പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഈ കാര്യങ്ങൾ വെച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അതായത് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ കാര്യങ്ങളായിരിക്കണം ആദ്യം എടുത്ത് വായിക്കേണ്ടത്. എന്നിട്ട് പ്രീവിയസ് നോട്ട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. നോട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വലിയ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നോട്ട്സോ നോക്കാതെ കുഞ്ഞു കുഞ്ഞു സിമ്പിൾ നോട്ട്സുകൾ നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ബേർഡൻ ഇല്ലാതെ നിങ്ങളൊന്ന് വായിക്കുന്ന ആ ഒരു ശീലത്തിലേക്ക് നിങ്ങൾക്ക് കയറാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്കെഡ്യൂൾ ചെയ്യുക നിങ്ങളുടെ ഒരു ആഴ്ചയെ. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ ഇന്ന കാര്യം പഠിക്കും, ഇന്നത് റിവൈസ് ചെയ്യും, അങ്ങനെയുള്ള ടൈം ടേബിൾ അല്ല. സിമ്പിൾ ടൈം ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡേറ്റ് ഇട്ടിട്ട് ഈ ഒരു ഡേറ്റിനുള്ളിൽ ഞാൻ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്തിരിക്കും എന്നുള്ള ജസ്റ്റ് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കെഡ്യൂൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് കുഞ്ഞ് കുഞ്ഞ് ടാർഗറ്റുകൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഇത് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളും ചെയ്തിരിക്കും എന്നുള്ള സിമ്പിൾ ടാർഗറ്റ്സ് വെക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒന്ന് കൂളായിട്ട് അധികം ഹാർഡ് വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഭയങ്കര നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്പേസ് ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഗനൈസ് എന്ന് വെച്ചാൽ, ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല, ഇപ്പോൾ നിങ്ങൾ ഓണം എക്സാം കഴിഞ്ഞു, അപ്പോൾ അതിന് മുൻപുള്ള വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. പകരം ആവശ്യമുള്ളത് നിങ്ങൾ ജസ്റ്റ് ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രീവിയസ് നോട്ട്സ് ആയിരിക്കും. കുഞ്ഞു കുഞ്ഞു നോട്ട്സുകളല്ലേ നിങ്ങൾ എഴുതി വെച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത് തന്നെ വയ്ക്കുക. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡുകൾ, കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്, ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്ന രീതിയിൽ, ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സ്പേസ് നിങ്ങളൊന്ന് ഓർഗനൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കാതെ കുറേ നേരം നിങ്ങൾ ഒരേ സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പേസ്, ഇപ്പോൾ നിങ്ങളൊരു റൂമിലാണെങ്കിൽ ആ റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന്, ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കിഴക്ക് സൈഡിലേക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. കുറേ നേരം നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കാതെ കുറച്ചൊന്ന് എഴുന്നേറ്റ് ഒന്ന് കുറച്ച് പടിഞ്ഞാറോട്ട് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നോർത്ത് സൈഡിലേക്കോ ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് ആ ഒരു എൻവയോൺമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടും കൂടെ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ, മടുപ്പില്ലാതെ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ച് തുടങ്ങാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് എന്ത് ചെയ്യണം, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി അതെല്ലാം നന്നായിട്ട് വീണ്ടും ട്രാക്കിൽ കയറി പഠിച്ചു പോകുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ പോയിക്കോളൂ, ഒരു കുഴപ്പമില്ല. ഇനി തുടങ്ങാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, എഫക്റ്റീവ് ആണോ എന്നുള്ളത് കമൻസിൽ പറയാം. അപ്പോൾ അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാച്ചാ, ബൈ.